ഇസ്രായേലും ഹമാസുമായിട്ട് അവരുടെ സീസ് ഫയർ കഴിഞ്ഞിട്ട് ഏകദേശം 10-12 ദിവസമായി. പക്ഷെ അറിയാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രിയിൽ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സ്ഥലത്ത് അതിന് തൊട്ടപ്പുറത്തങ്ങോട്ട് മാറിയിട്ട് യമനിന് അമേരിക്ക ആക്രമണം നടത്തുകയാണ് ഹൂത്തികൾക്കെതിരെ. സെയിം ടൈം ഇവിടെ ആക്രമണം നടത്തി. അതായത് ഇസ്രായേലിന് വലിയ താല്പര്യമൊന്നുമില്ല ഈ ഹമാസ് പറയുന്ന പലതും. അവർ ഹോസ്റ്റേജസിനെ വിടാമെന്ന് പറയുന്നു, ഇസ്രായേലി ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഗാസയിൽ നിന്നും പിന്മാറണമെന്ന് പറയുന്നു. ഇതൊക്കെ അമേരിക്ക ഇസ്രായേലിന് തള്ളിക്കളഞ്ഞു. ഇവരുടെ വാദഗതികളൊക്കെ അമേരിക്ക ആദ്യം പറഞ്ഞിരുന്നു. അതായത് സ്റ്റീഫൻ വിറ്റ്കോഫ് അദ്ദേഹമാണ് ചർച്ച നടത്തിയത്. കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ആദ്യം ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുക, മുഴുവൻ ഹോസ്റ്റേജസിനെ. അതിനുശേഷമാണ് അവിടുന്ന് വിഡ്രോ ചെയ്യുന്ന കാര്യം തീരുമാനിക്കുന്നത്. ആദ്യം ഹോസ്റ്റേജസിൻ്റെ കാര്യം തീരുമാനിക്കുക. അത് ഹമാസ് തള്ളിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾ വീണ്ടും, അതായത് വളരെ സീരിയസ് ആയിട്ട് വീണ്ടും അവിടെ വാർ എസ്കലേറ്റ് ചെയ്തു. ഇപ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത്, അന്തർദേശീയ മീഡിയ, ഇസ്രായേൽ മീഡിയയും മറ്റുള്ള മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, ഏകദേശം 200-ലധികം ഹമാസിൻ്റെ തീവ്രവാദികളെ കൊല്ലപ്പെട്ടു എന്നാണ്. കാരണം ഇവർ എല്ലാവരും ഈ ടണലിൽ നിന്ന് പുറത്തു വന്നു. കാരണം സീസ് ഫയറാണ്, റംദാനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വലിയ ആഹ്ലാദങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. ഇവരുടെ ധാരണ ഇവരിത് കാണുന്നില്ലെന്നാണ് ഈ പറയുന്ന ഈ പൊട്ടന്മാരുടെ ധാരണ. അപ്പം ഇവരെവിടൊക്കെയാണ് പോകുന്നത്, എവിടൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത്, കൃത്യമായ സംഭവങ്ങൾ കിട്ടി. അതിൻ്റെ പേരിലാണ് കഴിഞ്ഞ രാത്രിയിൽ, ഏകദേശം രാത്രി ഇന്ത്യൻ ടൈമിൽ രാവിലെ 3 മണിക്ക് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു. അതായത് അവർ താമസിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങുകൾ അവിടെ വെച്ചാൽ കയറി അങ്ങ് അടിച്ചു. അത് ഹമാസ് തന്നെ പറഞ്ഞു അവരുടെ ഏകദേശം 200ഓളം പേര് കൊല്ലപ്പെട്ടു. അവർ പറയുന്നു കൂടുതലും സിവിലിയൻസ് ആണ്. പക്ഷേ സിവിലിയൻസ് അല്ല കൂടുതലും കൊല്ലപ്പെട്ടത് എന്ന് മറ്റുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ഹമാസുകാർ തന്നെയാണ് കൊല്ലപ്പെട്ടത്. ഈ ടണൽ ചെയ്ത് കയറി വന്ന് വലിയ ആഹ്ലാദങ്ങളൊക്കെ നടത്തിയ ആൾക്കാർ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് കയറി അറ്റാക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റാക്കിനകത്ത് പ്രത്യേകതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ആ ഗാസ ഏറ്റെടുക്കാൻ പോവുകയാണ്, അവിടെയുള്ള ആൾക്കാരെ പുറത്താക്കും, അല്ലെ അവർ മാറിപ്പോകണം. 1. 2 പറഞ്ഞു കഴിഞ്ഞു അവർക്ക് ഈജിപ്തിലും പോകാം, ജോർദാനിലും പോകാം. അപ്പം പബ്ലിക്കിൻ്റെ മുമ്പിൽ ജോർദാനും ഈജിപ്തും പറയുന്ന കഥയൊന്ന്, പക്ഷേ അതിൻ്റെ അകത്ത് നടക്കുന്ന കഥ വ്യത്യസ്തമാണ്. ഇപ്പം അറബ് ലീഗിനകത്ത് എല്ലാവരും ഈ അമേരിക്കൻ പ്രസിഡന്റ് സംഭവത്തെ തള്ളിക്കളഞ്ഞു. നിങ്ങളെല്ലാം കേട്ടതാണ് ഈ പത്രപ്രസ്താവന. പക്ഷേ ഇന്റേണലി എന്താ ഉണ്ടായത്? മാർക്ക് റൂബിയോയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ ഇന്റേണലി എന്താണ് ഉണ്ടായത്? അതായത് മാർക്ക് റൂബിയോ ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദിയിൽ ചർച്ച നടത്താൻ വരുന്നു. ഇപ്പോൾ സൗദി പ്രിൻസുമായിട്ടോ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഡിസ്കഷൻ നടത്തി. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് ഹൂത്തികൾക്കെതിരെ അറ്റാക്ക് നടത്തുന്ന അമേരിക്ക. അതാദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ചിലത് പുറത്ത് കാണുന്നതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇവർ തമ്മിൽ ബാക്ക് ഡോറും മറ്റു പല ടോക്സ് ഉണ്ട്, അത് പുറത്തൊന്നും കാണില്ല. അവിടെയുള്ള ടോക്സിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സൗദി അറേബ്യയും UAEയുടെയും അവരോടും പറഞ്ഞു ഹമാസിനെ അറ്റാക്ക് ചെയ്യാൻ പോവുക വീണ്ടും ഇസ്രായേൽ. അപ്പം അതിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത് നമ്മളിപ്പം ക്ലവറായിട്ട് ഇതിൻ്റെ നോർമലായിട്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, എന്താണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും. അതിനെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ആ തീരുമാനത്തെ, അതായത് റിവർസൈഡായിട്ട് ഗാസയെ മാറ്റിയെടുക്കുക, എക്കണോമിക്കൽ ഹബ്ബാക്കി മാറ്റിയെടുക്കുക, സമാധാനം സൃഷ്ടിച്ചെടുക്കുക, അമേരിക്കയുടെ കസ്റ്റഡിയിലായിരിക്കും. അതിനെ അകത്തൂടെ, കാരണം പുറത്തൂടെ പറയാതെ ഏറ്റവും കൂടുതൽ പിന്താങ്ങിയിരിക്കുന്നത് സൗദിയും UAE ആണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ ഡിസ്കഷൻ്റെ ഭാഗം, അതിനകത്ത് ജോർദാനും ഈജിപ്തും അക്സെപ്റ്റഡ് ആണ് ഈ സംഭവം. ഇപ്പം എന്താ ഉണ്ടായത്? ഇപ്പം ഗാസയിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അതായത് ഈജിപ്തിൻ്റെ ആ വാതിലങ്ങ് തുറന്നു കൊടുത്തു, അവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ടങ്ങ് പോകാം. ഇതായത് ബേസിക്കലി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറ്റാക്ക് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ക്ലീൻ ആണ്. എല്ലാവരും അതിൻ്റെ അടുത്ത് പുറത്താക്കുക. അതായത് വേണമെങ്കിൽ പുറത്ത് പോയിക്കുക, അതിൽ കുറച്ച് പേരെ ഈ ജോർദാനിൽ കൊണ്ടുപോകും, കുറച്ച് പേര് ഈജിപ്തിലാക്കും. ഇതാണ് ഇപ്പോഴത്തെ അറ്റാക്കിൻ്റെ ഉദ്ദേശം.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഹമാസിനെ മുഴുവനും കൈകാര്യം ചെയ്യുമെന്ന് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഹമാസുകാരനെയും ഗാസയിൽ കാണില്ല, ഞങ്ങൾ അവിടുന്ന് വിഡ്രോ ചെയ്യില്ല, ഗാസയിൽ നിന്ന് ഞങ്ങൾ വിഡ്രോ ചെയ്യില്ല. അതായത് അറ്റാക്ക് വീണ്ടും എസ്കലേറ്റ് ചെയ്യുന്നു. മറ്റുള്ള ഇറാനും താക്കീത് കൊടുത്തിട്ടുണ്ട്, മറ്റുള്ള രാജ്യങ്ങൾക്ക് താക്കീത് മര്യാദയ്ക്ക് ഇരുന്നോണം, അടുത്തത് നീയാണെന്ന് ഇറാനോടും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോഴും ഇസ്രായേൽ ഒരു ഭാഗത്ത് ഈ ഗാസയിൽ ഹമാസിനെതിരെ അറ്റാക്ക് ഇടുന്നു, വാതിൽ തുറന്നു കൊടുത്ത്, അതായത് ഈജിപ്തിൻ്റെ ബോർഡർ ആ ഗേറ്റ് തുറന്നു കൊടുത്തു, നിങ്ങൾക്ക് ഭക്ഷണം വേണോ ആഹാരം വേണോ പുറത്തു പോയി കാണും, അവിടെ എല്ലാം തയ്യാറാണ്, ഇവിടെ സാധനമൊന്നുമില്ല, ഇവിടെ ബോംബ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ആ ഡിപ്ലോമസിയുടെ ആ ഭാഗം. രണ്ടാമത്തെ ഭാഗം അവരെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സൂയസ് കനാലിൽ മറ്റുള്ള പ്രശ്നം ഉണ്ടാക്കി. ഈജിപ്റ്റ് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, സൂയസ് കനാൽ കൃത്യമായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ കൊണ്ടുപോകണം, അതിന് അമേരിക്ക സഹായിക്കണം. അതിനാണ് അമേരിക്ക സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഡിപ്ലോമസി പിടി കിട്ടിയാണ്. കാരണം ഈജിപ്തിന് ഏകദേശം $9 ബില്യൺ ഒരു വർഷം കിട്ടുന്ന അത് ഏകദേശം 5-6 ബില്യൺ ആയിട്ട് കുറച്ചു. ബാക്കി പണം ഈ ഹൂത്തികളാണ് എടുക്കുന്നത്, കാരണം ഷിപ്പിന് സെക്യൂരിറ്റി കൊടുക്കുന്നതിൻ്റെ പേരിൽ. അപ്പം ആ രാജ്യത്തിൻ്റെ എക്കോണമി തകരുകയാണ്. അപ്പോഴാണ് അമേരിക്ക കയറി ഈജിപ്തിന് വേണ്ടി ഹൂത്തികളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ബേസിക്കലി ഈജിപ്തിൻ്റെ ആവശ്യമാണ് സൂയസ് കനാൽ ഫ്രീ ആയിട്ട് റൺ ചെയ്യുക. അപ്പോൾ അവിടുത്തെ എക്കോണമി മാറ്റർ ചെയ്യുന്നുണ്ട്, ഈ UAE മാറ്റർ ചെയ്യുന്നുണ്ട്, സൗദിക്ക് മാറ്റർ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഈ ഓയിൽ കൊണ്ടുപോകാൻ ഒരു വഴി വേണ്ടായോ? അത് ലോകം മുഴുവനും കറങ്ങി ഓയിൽ പോയി കഴിയുമ്പം ഈ രാജ്യങ്ങളുടെ എക്കോണമിയെ ബാധിക്കുക. അതുമല്ല, ഈ ട്രാൻസ്പോർട്ടേഷൻ വലിയ ഡിഫിക്കൽട്ടായി മാറി, ഇത്ര ദിവസം സമയമെടുക്കുന്നു. ഷിപ്പിൻ്റെ ഈ വെസൽസ് ഉള്ള കമ്പനികൾ അവർക്ക് ഹ്യൂജ് നഷ്ടം ഉണ്ടാകുന്നു. ഇതിൻ്റെ പേരിലാണ് ഒരു കോംപ്രമൈസ് രീതിയിൽ വന്നിരിക്കുന്നത്. ഈജിപ്തിനെ ഞങ്ങൾ സഹായിക്കാം, ഹൂത്തികളെ ഓടിക്കാം, പകരം ഈ വാതിൽ തുറന്നു കൊടുക്കുക, ഈ ഗേറ്റ് തുറന്നു കൊടുക്കുക, അവരകത്തോട്ട് കയറട്ടെ. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞ് വാതിൽ തുറന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പോകാം, ഇവരെ ഞങ്ങൾ ബോംബ് ചെയ്യുകയാണ്. ഒന്ന്. രണ്ടാമത്തെ സംഭവം, ഇവരെ പുറത്തു പോയി കഴിയുമ്പം ഇറാന് താക്കീത് കൊടുത്തു, നിങ്ങൾ അവർക്ക് സപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഹൂത്തികൾക്ക് ഏതെങ്കിലും രീതിയിൽ ആംസിൻ്റെ സപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. കൃത്യമാണ് മെസ്സേജ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും ഇസ്രായേലി അറ്റാക്ക് ഈ ഭാഗത്ത് തുടങ്ങിയപ്പോൾ അപ്പുറത്ത് അമേരിക്കയും തുടങ്ങി. അതായത് അറേബ്യൻ രാജ്യത്ത് സമാധാനം കൊണ്ടുവരിക എന്നുള്ള ട്രംപ് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനങ്ങൾ തന്നെയാണിത്. ഇവിടെ ഈ പൊട്ടന്മാരായ ഹമാസ് വീണ്ടും പെട്ടു, ഹൂത്തികളും പെട്ടു, ഇറാനും പെട്ടു. കാരണം അതിനകത്ത് പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ സുന്നി വേഴ്സസ് ഷിയ എന്ന് പറഞ്ഞ സംഭവം. അപ്പം അതിനകത്ത് നേരത്തെ ബൈഡൻ ഉള്ളപ്പോഴേ ഒരു ഡീപ്പ് സ്റ്റേറ്റ് കളിക്കാൻ തുടങ്ങി. അപ്പം അത് മുഴുവനും ഇല്ലാതാക്കിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ സുന്നികളുടെ കൂടാണ്, ഷിയയെ നമുക്ക് തൊലയ്ക്കാം. ഇതാണ് ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പേരിൽ പക്ഷേ അവർ കൃത്യമായിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗാസ ഞങ്ങളുടേതാണ്, അവിടെ പാലസ്തീൻകാരില്ല. അപ്പോൾ ഇതെല്ലാം അംഗീകരിച്ച് നടത്തുന്നൊരു അറ്റാക്കായത്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എത്ര ദിവസം വരുമെന്നുള്ളത് കണ്ടിരുന്നതാണ്. കാരണം ഇത് ഈ ഇസ്രായേലിൻ്റെ ഹമാസിനെതിരെയും ഗാസയ്ക്കെതിരെയുള്ള അറ്റാക്ക് ഏകദേശം 2-3 ആഴ്ച നീണ്ടു നിൽക്കാൻ സാധ്യത കൃത്യമായിട്ടങ്ങ് പോകും. ഇസ്രായേലിൻ്റെ ധാരണ ഈ ഹോസ്റ്റേജസിനെ വേണ്ട, അവർ വിട്ടുപോകട്ടെ. കാരണം അതിനു വേണ്ടി ഇഷ്ടം പോലെ ഏകദേശം 300-400 ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. പിന്നെ അവരുടെ എല്ലാം കൂടെ ഇത് വെച്ചുകൊണ്ട് ഇനിയും ഒരു കോംപ്രമൈസിൻ്റെ രീതിയിൽ ഇവരുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് പ്രസക്തി ഇല്ലാതാകും. അതുകൊണ്ട് പോകട്ടെ, ഇവരെ അങ്ങ് തൊലയ്ക്കാം, ഇതങ്ങ് ഏറ്റെടുക്കാം. എന്നേക്കുമായിട്ട് ഗാസ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റുക. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ട്രയാങ്കുലർ ഫൈറ്റാണ് ഈ നടക്കുന്നത്. ഒരു ഭാഗത്ത് ഗാസയെ അടിക്കുന്നു, ഹമാസിനെ തുലയ്ക്കുന്നു, അവിടെയുള്ള പാലസ്തീൻകാരെ മുഴുവൻ അവിടെ നിന്ന് ചാടിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹൂത്തികളെ അടിക്കുന്നു, സൗദിക്കും UAEക്കും വേണ്ടി. അതോടുകൂടി തീർത്ത് കഴിയുമ്പം ഈജിപ്തിൻ്റെ അവരുടെ സാമ്പത്തികം അതിനെ നിലനിർത്തുവാൻ സൂയസ് കനാൽ ആവശ്യമാണ്. എല്ലാം കൂടി ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തുള്ള അറ്റാക്കാണ് നടക്കുന്നത്. അതിൻ്റെ റിസൾട്ട് എത്ര ദിവസം കഴിഞ്ഞ് വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം, ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത്
ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.